നീ എന്താ പല്ലവി ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നേ? എന്റെ കൂടെ വരാൻ പറഞ്ഞിട്ടോ വന്നില്ല. എന്നാ പിന്നെ വിളിച്ചാലെങ്കിലും എടുത്തൂടെ? നീ എന്തോന്നും മിണ്ടാത്തേ? ഞാൻ നിന്നോടല്ലേ ചോദിക്കുന്നേ. എന്തിനാ തരുൺ നീ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ഞാൻ ബഹളം വെക്കുന്നതാണോ പ്രശ്നം? ആ വിമലിനെ കണ്ട ശേഷം നിന്റെ അവസ്ഥ എന്തായിരുന്നു ഞാൻ കണ്ടതാ. എന്റെ കൂടെ വരാൻ പറഞ്ഞിട്ട് കൂട്ടാക്കാതെ തനിയെ എങ്ങോട്ട് പോന്നു. വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ബഹളം വെക്കില്ലേ? ആ ശരി, ഐ എം സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ആ സാരമില്ല. എന്നിട്ട് നിനക്കിപ്പോ എങ്ങനെയുണ്ട്? നീ ഓക്കെ ആണോ? അല്ല. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? ഞാൻ എന്ത് തീരുമാനിക്കാനാ തരുൺ? ഇത് ഇങ്ങനെ തന്നെ പോട്ടെ. പപ്പയ്ക്കെന്നോട് ദേഷ്യമായിരിക്കും, അറിയാം. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും തന്നെ ചതിക്കായിരുന്നു എന്നറിഞ്ഞാൽ പപ്പയുടെ അവസ്ഥ എന്താവും? പപ്പ തകർന്നു പോകും തരുൺ. പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കില്ല. ഞാൻ അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോകാനായിരിക്കും ആൻറ്റി ഇതിനൊക്കെ കൂട്ടുനിന്നത്. അപ്പം പിന്നെ ഞാൻ തിരിച്ചു ചെല്ലുന്നത് കൊണ്ട് ആർക്കും വലിയ സന്തോഷമൊന്നും ഉണ്ടാകില്ല. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ, ഹരിയങ്കൾ. ഇവാൻ പോയതിനു ശേഷം ഒരു തരത്തിൽ എനിക്ക് താങ്ങും തണലുമായിട്ടുണ്ടായിരുന്നത് ഹരിയങ്കളായിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു അങ്കിളിനെ. അങ്കിളിന് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ഇഷ്ടത്തിന് വേറൊരു അർത്ഥമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്കിളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അതെന്നോട് തുറന്നു പറയാമായിരുന്നു. അതിൻ്റെ പ്രതിവിധി ഞാൻ അതിൻ്റെതായ രീതിയിൽ എന്തെങ്കിലും ചെയ്തേനെ. പക്ഷേ അങ്കിൾ അത് ചെയ്തില്ല. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി എല്ലാം ഇവിടം വരെ കൊണ്ടെത്തിച്ചു. സാരമില്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. വിമൽ പറഞ്ഞ നീയും കേട്ടതല്ലേ. അവരെല്ലാവരും എന്തായാലും ഹാപ്പി ആയിരിക്കും. അത് മതി തരുൺ. വെറുതെ ഞാനവിടെ പോയി വീണ്ടും കഴിഞ്ഞു പോയതെല്ലാം കുത്തിപ്പൊക്കി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി എന്തിനാ വെറുതെ? അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, എനിക്കത് മതി തരുൺ. അല്ല പവി, അതങ്ങനെയല്ല. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തരാ. ഞാൻ പറയുകയാണെങ്കിൽ നീ പോണം. നീ നിന്റെ പപ്പയെ കാണണം. നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ പപ്പ ഹാപ്പി ആയിരിക്കുമെന്ന്? ഒരിക്കലുമില്ല. സ്വന്തം മകൾ ഒരു മോശം പെൺകുട്ടിയാണെന്ന് ഇത്രയും ആളുകൾ ചിത്രീകരിക്കുമ്പോൾ അദ്ദേഹം എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും വേദനിക്കുന്നുണ്ടാവും. അതില്ലാതാക്കണം. താൻ വളർത്തിയ മകൾ ഒരു പരാജയമായിരുന്നില്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം. ഒരു മകളെന്ന നിലയിൽ അത് നിന്റെ കടമയാണ് പവി. എനിക്കൊന്നും അറിയില്ല തരുൺ. ഓരോന്നും ആലോചിക്കുമ്പോൾ തലയൊക്കെ വെട്ടിപ്പൊളയണ പോലെ തോന്നുക. ഇതുകൊണ്ടും കൂടെ ഞാൻ പറഞ്ഞത് പല്ലവി. ഇങ്ങനെ വെറുതെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്കിത് അവസാനിപ്പിക്കാം പല്ലവി, അതാ നല്ലത്. ഇനി ഇതിൽ ആലോചിക്കാൻ ഒന്നുമില്ല. നാളെ രാവിലെ നമ്മൾ പോകുന്നു. ഞാനുണ്ടാവും കൂടെ. ഇവാൻ, എന്താ ഇത്? ഒരു മുന്നറിയിപ്പില്ലാതെ? അതൊന്നുമില്ല മമ്മ. മുന്നേ പറഞ്ഞാൽ കാനഡയിലുള്ള മമ്മയുടെ ഇതിലെ റിലേറ്റീവ്സിന് എന്തെങ്കിലും എമർജൻസി വന്നാലോ? ഏട്ടാ, എത്ര നാളായി ഏട്ടാ കണ്ടിട്ട്. ഇത് സർപ്രൈസ് ആയി പോയല്ലോ. സുഖാണോ ഏട്ടാ? ആടി, ഞാൻ സുഖമായിരിക്കുന്നു. നീ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയതാണോ? ആ ഏട്ടാ, ഏട്ടൻ വരുന്ന കാര്യം എന്താ എന്നോട് മുന്നേ പറയാതിരുന്നേ? അങ്ങനെയായിരുന്നെങ്കിൽ ഞാനൊന്ന് ലീവ് എടുത്തേനെ. ഇതിപ്പം പെട്ടെന്ന് പോയി പറഞ്ഞാൽ അവർ ലീവ് ഒന്നും തരത്തില്ല. അതൊന്നും സാരമില്ല മില്ലി. ഞാനിന്ന് വന്നല്ലേ ഉള്ളൂ. എന്തായാലും കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാകും. ഇപ്പൊ തൽക്കാലം നിച്ചല്ലേ. എന്നിട്ട് 2 ദിവസത്തേക്ക് ലീവ് പറഞ്ഞിട്ട് വാ. ആ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. അതെ, എന്നാ പിന്നെ നീ വിട്ടോ. നീ എങ്ങനെ പോകുന്നേ? ഞാൻ ഡ്രോപ്പ് ചെയ്യണം നിന്നെ? വേണ്ട ഏട്ടാ, ഏട്ടനൊരു ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ. ഞാൻ സ്കൂട്ടിയിലാ പോകുന്നേ. ആണോ? എന്നാ പിന്നെ സൂക്ഷിച്ചു പോയിട്ട് വാ. എന്നാ ശരി, ഞാൻ ഇറങ്ങുവാ. മമ്മ, ഞാൻ ഇറങ്ങുവാ. മോനെ ഇവാൻ, നീ പോയി ഫ്രഷ് ആയിട്ട് വാ. മമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഏയ്, അതൊന്നും വേണ്ട മമ്മ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് നയനുവിനെ കാണാനൊന്ന് പോകണം. അവൾക്ക് ഞാൻ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം. ആണോ? എന്നാ പിന്നെ നീ ചെല്ല്. ഇവാനല്ലേ? അതെ, എന്നെങ്ങനെ മനസ്സിലായി? ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. നേരിട്ടല്ല, പക്ഷേ നേരിട്ട് കാണുന്ന പോലെ തന്നെ ജീവനുള്ള ചിത്രങ്ങളായിട്ട്. വാ വാ, കയറി വാ. എന്നെ മനസ്സിലായല്ലോ അല്ലേ? ഹരിയുടെ വൈഫാണ് ചാരു. ആ, മനസ്സിലായി. മമ്മ പറഞ്ഞിരുന്നു ഇവിടെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ടെന്ന്. അല്ല, എല്ലാവരും എവിടെ പോയി? ആരും കാണുന്നില്ലല്ലോ. അതോ, മായേച്ചിക്ക് ഇന്ന് ഫിസിയോതെറാപ്പി ഉണ്ട്. അപ്പോൾ ചേച്ചിയും ചേട്ടനും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഓ, അത് ശരി. അപ്പൊ നൈനു എന്തേ? അവൾ ഉറങ്ങുക, റൂമിലുണ്ട്. ആണോ? എന്നാ പിന്നെ ഉറങ്ങിക്കോട്ടെ. പിന്നെ ഇതെല്ലാം ഞാൻ നൈനുവിന് കൊണ്ടുവന്നതാ. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കൊടുത്തേക്ക്. അതിനെന്താ, കൊടുക്കാലോ. എന്തായാലും ഇവാൻ ഇരിക്കേ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഞാനൊരു കാര്യം ചോദിച്ചാ ഇവാന് വിഷമാവോ? ഇല്ലില്ല, ആന്റി ചോദിച്ചോ. സത്യം പറഞ്ഞ ഇവിടെ വരുന്നതിന് മുൻപേ ഹരി പറഞ്ഞിട്ട് എനിക്ക് പല്ലവി അറിയാമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരിക്കൽ ഞാൻ അവളുടെ റൂമിൽ കയറിയിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായത്, ഞാൻ കേട്ടറിഞ്ഞ പല്ലവിയും ആ മുറിക്കുള്ളിൽ താമസിച്ചിരുന്ന പല്ലവിയും രണ്ടായിരുന്നെന്ന്. ആ മുറി അത് അവളുടേത് മാത്രമായ ഒരു ലോകമായിരുന്നു. അവിടെ എനിക്ക് നിന്നെ മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ ഇവാൻ. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. ഇത്രയൊക്കെ നിന്നെ സ്നേഹിച്ചിട്ടും പിന്നെ എന്തുകൊണ്ടാണ് അവൾ വേറൊരാളുടെ കൂടെ പോയതെന്നോർത്ത്. ആ സമയത്ത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? അതുകൊണ്ടാണോ പല്ലവി പിണങ്ങിപ്പോയത്? ഇവരെല്ലാം പറയുന്നത് പോലെ അത്ര മോശം പെൺകുട്ടിയാണ് പല്ലവി എന്നെനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വഴക്കൊന്നുമില്ലായിരുന്നു ആന്റി, ഞങ്ങൾക്കതിന് കഴിയില്ല. എന്നിട്ടും എന്തുകൊണ്ടാ പവി ഇവിടുന്ന് പോയതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കിപ്പോഴും കൃത്യമായിട്ടൊന്നും അറിയില്ല. ഇവിടെയുള്ള ആരും അതിനെക്കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്തായാലും ഒത്തിരി നന്ദിയുണ്ട് ആൻറ്റി. പവിയെ നേരിട്ട് ഒരു പരിചയമില്ലാതിരുന്നിട്ട് കൂടി അവളൊരു മോശം പെൺകുട്ടിയാണെന്ന് ആൻറ്റി വിലയിരുത്തിയില്ലല്ലോ. ഞാൻ അവളുടെ റൂം ഒന്ന് കണ്ടോട്ടെ ആൻറ്റി? അതിനെന്താ, ഇവാൻ പോയി കണ്ടോ. പിന്നെ അവിടെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും. അവൾ പോയതിന് ശേഷം അവിടേക്കാരും അങ്ങനെ കടക്കാറില്ല. ഈ ഞാൻ പോലും ഒരൊറ്റ തവണയെ പോയിട്ടുള്ളൂ. മിലിയാണ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതെനിക്കാണോ? എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഞാൻ തനിച്ചായി പോകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് ഇവാൻ. പപ്പ കഴിഞ്ഞ പിന്നെ ലൈഫ് ലോങ് എൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരാളേ ഉള്ളൂ. അത് നീയാണ് ഇവാൻ. ഐ ആം ഗോണ മിസ് യു. ഞാനെന്നാ ഇറങ്ങട്ടെ ആൻറ്റി? അങ്കിളിനോടും ആൻറ്റിയോടും പറഞ്ഞാൽ മതി. ഇവാൻ, നീ ഇതെപ്പോ വന്നു? ഞാൻ രാവിലെ എത്തി ആൻറ്റി. ആൻറ്റിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആ, ബെറ്ററായി വരുന്നു. ഇപ്പോഴും മോളെ എടുത്ത് നടക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്താ നിന്റെ വിശേഷം? നന്നായിരിക്കുന്നു ആൻറ്റി. പിന്നെ ആൻറ്റി വിഷമിക്കണ്ട,
ഒന്നും ചെയ്യാൻ പറ്റാത്തയിടത്ത് നിന്ന് നമ്മൾ ഇത്രയും ഇമ്പ്രൂവ് ആയില്ലേ, എല്ലാം ശരിയാവും. അങ്കിൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഏയ് ഒന്നുമില്ല ഇവാൻ. ഇവാൻ വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അയ്യോ അതൊന്നും വേണ്ട അങ്കിൾ, ഞാൻ കുറച്ചു നേരമേ വന്നിട്ട് ചാരുവിനെ കണ്ടു. നൈനു പിന്നെ നല്ല ഉറക്കത്തില്ല. ഇപ്പം ഇറങ്ങിയപ്പോൾ നിങ്ങളെയും കണ്ടല്ലോ. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ പിന്നെ മിലയും കൂട്ടി വരാം, അപ്പം നൈനുവിനെ കാണാം. എന്നാ പിന്നെ ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. മോനെ ഇവാൻ, എന്ത് പറഞ്ഞാ നിന്നെ സമാധാനിപ്പിക്കേണ്ടത് എന്നെനിക്കറിയില്ല. മാത്യു സാർ പറയുന്നത് വരെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവൾ കാരണം വേദനിച്ചവരുടെ കൂട്ടത്തിൽ നീയും കൂടെ. അല്ലെങ്കിലും എല്ലാത്തിനും കാരണം ഞാനാ. ഒരച്ഛനെന്ന നിലയിൽ ഞാനൊരു വൻ പരാജയമായിരുന്നു. അതുകൊണ്ടാ എൻ്റെ മകള് കാരണം ഇത്രയും അധികം ആളുകൾ സങ്കടപ്പെടേണ്ടി വന്നത്. എൻ്റെ മകൾ നിന്നെ ഒത്തിരി വിഷമിപ്പിച്ചു എന്ന് എനിക്കറിയാം. അവൾക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. ഏയ് എന്താ അങ്കിൾ, അങ്കിൾ എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നേ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഇവാൻ? അവൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും കൂടെ നിന്നിട്ടും അവളെ സ്നേഹിച്ചവരെ എല്ലാവരെയും ചതിച്ചില്ലേ ഇവാൻ? അങ്കിൾ, അന്ന് എന്താ ഉണ്ടായത്? ഇനിയെങ്കിലും എനിക്കത് അറിയണം അങ്കിൾ. അന്ന് വന്ന ആളുടെ പേരല്ലാതെ മറ്റെന്തെങ്കിലും അങ്കിളിന് അറിയാമോ? അഡ്രസ്സോ മറ്റോ? അതൊന്നും അറിയാനോ അന്വേഷിക്കാനോ ഉള്ള സാവകാശം അവൾ തന്നില്ല ഇവാൻ. അവൾക്കൊരു ഇഷ്ടമുണ്ടെന്ന് എന്നോട് പറയുകയോ അല്ലെങ്കിൽ എനിക്കൊരല്പം സമയം തരികയോ ചെയ്തിരുന്നെങ്കിൽ അവളുടെ ആഗ്രഹത്തിനൊപ്പം ഞാൻ നിന്നേനെ. പക്ഷേ അവളത് ചെയ്തില്ല. പകരം ഈ നാട്ടുകാരുടെ മുൻപിൽ തല താഴ്ത്തി നിൽക്കാൻ പാകത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടി. ശരിയാ, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. പക്ഷേ അതിന് ഇത്രയും വലിയ ശിക്ഷ അവൾ തരുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ പോയതിന് ശേഷം മാത്യു സാറ് ഇവാൻ്റെ കാര്യം എന്നോട് പറയുന്നത്, നീ നല്ല പയ്യനാ, മനസ്സിൽ നന്മയുള്ളവനാ, നിന്നെ എൻ്റെ മകൾ അർഹിക്കുന്നില്ലേ വാൻ. ഒരപേക്ഷയേ ഉള്ളൂ, അവളെ ഓർത്ത് നീ നിൻ്റെ ലൈഫ് കളയരുത്. നിൻ്റെ പപ്പയും അമ്മയും പറയുന്നതനുസരിച്ച് നീ നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പപ്പയും അമ്മയും പറയുന്നത് ഞാൻ അനുസരിച്ചോളാം അങ്കിൾ. പക്ഷേ ഇപ്പോഴല്ല. അങ്കിളിപ്പോൾ പറഞ്ഞതുപോലെ പവി അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയതാണെങ്കിൽ അതെനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. അവൾ ഹാപ്പിയാണോ എന്നറിയണം. എങ്കിൽ മാത്രമേ എനിക്ക് അവളെ മറക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം എൻ്റെ മരണം വരെ ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കും. അല്ല പക്ഷെ മോനെ. എന്നാ ശരി അങ്കിൾ, പോയിട്ട് വരാം. നിനക്ക് എത്ര നാളത്തെ ലീവ് ഉണ്ടാകും ഇവാൻ? അത് പപ്പ മാക്സിമം 2 weeks. അത് കഴിഞ്ഞാൽ ഞാൻ റിട്ടേൺ പോവും. 2 ആഴ്ചയോ? അതൊന്നും ശരിയാവില്ല. നീ അവരോട് പറഞ്ഞിട്ട് 2 മാസത്തേക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യേ. എത്ര നാൾ കൂടി വന്നതാ നീ? ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടോട്ടെ. അത് മാത്രമോ? വയസ്സ് എത്ര എന്നാ? നിനക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേ? കേട്ടോ മാത്യു, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പരിചയത്തിലൊരു ബ്രോക്കറോട് 2 ദിവസം കഴിഞ്ഞാൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വല്ല മാട്രിമോണി സൈറ്റിലും നോക്കാം. മമ്മ, എന്തായാലും ഇതിനധികം വൈകിക്കേണ്ടെന്നാ എൻ്റെ അഭിപ്രായം. മമ്മ ലിസൺ, തൽക്കാലം എനിക്കിപ്പോൾ വിവാഹമൊന്നും നോക്കണ്ട. ഞാൻ അതിനൊട്ടും പ്രിപ്പയർഡ് അല്ല. ഇനി എപ്പോഴാണ് ഇവാൻ? എന്തായാലും നീ വന്നതല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞു പോവാം. അതിൻ്റെ കൂടെ പെണ്ണന്വേഷണവും നടക്കും. നല്ലതൊരെണ്ണം ഒത്തുവന്നാൽ എത്രയും വൈകാതെ അത് നടത്താം. മമ്മ പ്ലീസ്, ഇങ്ങനെ നിർബന്ധം പിടിക്കല്ലേ. എന്തായാലും ഇപ്പോൾ ഒരു വിവാഹം അത് നടക്കില്ല. അതെന്താ നടക്കാത്തെ? നീ ഇപ്പോഴും ആ പല്ലവി ഓർത്തുകൊണ്ടിരിക്കുകയാണോ? അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയി എവിടെയോ സുഖമായിട്ട് ജീവിക്കുന്നു. നീയോ ഒരു വിഡ്ഢിയെ പോലെ വെറുതെ ജീവിതം കളയുന്നു. മമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? ഏട്ടൻ ഇപ്പൊ വിവാഹം വേണ്ട എന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ വിവാഹമേ വേണ്ട എന്നല്ലല്ലോ. നീ മിണ്ടരുത്. നീയും കൂടെ കൂടിയാ ഇവൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ഇവിടെ ഒരുത്തി പെണ്ണ് കാണാൻ വന്നവരോട് ടൈം ആയില്ല, കുറച്ച് കഴിയട്ടെ എന്നും പറഞ്ഞിട്ട് ഇറക്കി വിട്ടു. ഇപ്പതാ നീ ഇത് തന്നെ പറയുന്നു. അല്ല, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞങ്ങൾ കളിപ്പാവകളാണെന്നോ? നടക്കില്ലേ വാൻ, ഈ കാര്യത്തിൽ ഒരു മാറ്റമില്ല. മമ്മ പ്ലീസ്, എന്നോട് അല്പെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സമയം താ. നിങ്ങൾക്കൊക്കെ ഞാൻ വിഡ്ഢിവേഷം കിട്ടുന്നതായിട്ട് തോന്നും. ഞാൻ എതിർപ്പ് പറയുന്നില്ല. പക്ഷേ എനിക്കെൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ കഴിയില്ല മമ്മ.
അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അവളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. ഇനി നിങ്ങളൊക്കെ പറയുന്നത് പോലെ അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോയതാണെങ്കിൽ അതെനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. അല്ലാതെ എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല. ഇവാൻ, നീ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ശുദ്ധ മണ്ടത്തരാ. ഇനി നീ അവൾക്ക് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കരുത്. പപ്പ പ്ലീസ്, പപ്പയെങ്കിലും ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. സ്മിത, മതി, നമുക്ക് ഈ വിഷയം പിന്നെ സംസാരിക്കാം. ഇവാൻ, നീ റൂമിലേക്ക് ചെല്ല്. ഏട്ടാ, മമ്മ പറഞ്ഞതൊന്നും ഏട്ടൻ കാര്യാക്കണ്ട. ഏട്ടൻ്റെ കൂടെ ഞാനുണ്ട്. എനിക്കും കാണണം അവളെ. ഏട്ടൻ പറഞ്ഞതുപോലെ അവളിൽ നിന്നും അറിയണം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പോ പല്ലവി നമ്മളെ ചതിച്ചതാണെന്ന് നീയും വിശ്വസിക്കുന്നുണ്ടോ? അറിയില്ല ഏട്ടാ, പക്ഷേ ഇവരൊക്കെ ഓരോന്നിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ. ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്തത് മിലേ? ഈ പറയുന്നവർക്കൊന്നും എൻ്റെ പല്ലവിയുടെ പേരുച്ചരിക്കാനുള്ള അർഹത പോലും ഇല്ല. ആ വീട്ടിൽ അവൾ അനുഭവിച്ച ഒറ്റപ്പെടലിന്റെ വേദന മറ്റാരെക്കാളും അറിഞ്ഞവനാ ഞാൻ. അവസാനമായിട്ട് അവളോട് സംസാരിക്കുമ്പോൾ പോലും അവൾ സങ്കടത്തിലായിരുന്നു. ഇല്ല ഏട്ടാ, അങ്ങനെയൊന്നും ഇല്ല. അവൾ ഹാപ്പി ആയിരുന്നു, ഒത്തിരി ഹാപ്പി ആയിരുന്നു. എനിക്കറിയാവുന്നതല്ലേ. പിന്നെ അവളുടെ കൂടെ മായന്തി അല്ലേ ഉണ്ടായിരുന്നത്. ആന്റിയെ നമുക്കറിയാത്തതല്ലോ. അപ്പൊ പിന്നെ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ആർക്കും ആരും അറിയില്ല മിലി, എനിക്ക് ഉറപ്പാ. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏട്ടാ, പല്ലവി ഒളിച്ചോടി പോയതാണെന്ന് സേതുവങ്കളും മായന്തിയും പറഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞത്. അപ്പം അവർ കള്ളം പറയുകയാണെന്നാണോ ഏട്ടൻ പറയുന്നത്? മാത്രമല്ല, അവളുടെ ലവറാണെന്നും പറഞ്ഞിട്ട് അവിടെ ഒരാൾ ചെന്നിട്ടുണ്ട്. അതിന് അയൽവാസികൾ സാക്ഷികളാ. പക്ഷെ മിലി, ഇവാൻ, ഒന്നിങ്ങ് വന്നേ. എന്താ പപ്പ, എന്തു പറ്റി? ഇവാൻ, സേതുവിന് തീരെ വയ്യെന്ന്, നെഞ്ചുവേദനയാണത്രേ. നമുക്ക് ഹോസ്പിറ്റലിൽ പോണം. നീ വണ്ടി എടുക്ക്. ആഹാ, മോൾ ഇത്ര വേഗം എഴുന്നേറ്റോ? ആ ആൻറ്റി, എന്തോ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആണോ? സാരമല്ല, മോൾ ഈ ചായ കുടിക്ക്. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനും അച്ഛനും കൂടി അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. മോളെ കണ്ടിട്ട് കുറേ ആയില്ലേ, ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ. എന്നാലും എന്തു പറ്റി രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ? 2 ദിവസം മുമ്പ് അവൻ വന്നു പോകുമ്പോൾ പോലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ ആൻറ്റി, എനിക്കെൻ്റെ പപ്പയെ ഒന്ന് കാണണം തോന്നി. തരുണിനോട് പറഞ്ഞപ്പോൾ അവൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, എന്നെയും കുട്ടിങ്ങി പോന്നു. ആ, നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ കഥ അവനോട് പറഞ്ഞിട്ടുണ്ട്. മോളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയാ ഇത്ര നാൾ ഞാനൊന്നും ചോദിക്കാതിരുന്നത്. മോള് എന്തിനാ മോളുടെ പപ്പയോട് വഴക്കിട്ടത്? ഞാൻ പപ്പയോടല്ല ആൻറ്റി, ചില തെറ്റിദ്ധാരണകൾ കാരണം പപ്പ എന്നോടാ വഴക്കിട്ടത്. പപ്പയ്ക്ക് എന്നെ കാണണ്ട, എന്നോട് സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പപ്പ മാത്രമേ ഉള്ളൂ. പപ്പ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കണം തോന്നിയില്ല, അതാ. അപ്പം മോള് പോകുന്നതിന് ശേഷം മോളുടെ പപ്പ തനിച്ചാണോ? ഏയ് അല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ പപ്പയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. പപ്പയ്ക്ക് കൂടെ അവരുണ്ടല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പം എന്തോ പപ്പയുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റണം എന്നൊരു തോന്നൽ. അത് നന്നായി മോളെ. എത്രയൊക്കെ ആയാലും മോളുടെ പപ്പയല്ലേ. ഒത്തിരി ഒന്നും പിണങ്ങിയിരിക്കാൻ മോളുടെ പപ്പയ്ക്ക് കഴിയില്ല. അല്ല ആൻറ്റി, തരുൺ ഇതുവരെ എഴുന്നേറ്റില്ലേ? അവൻ എഴുന്നേൽക്കാൻ സമയമാകുന്നേ ഉള്ളൂ മോളെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് 11 മണി കണക്കാ. അത് ശരി, എന്തായാലും ഞാൻ അവനൊന്ന് വിളിച്ചിട്ട് വരാം. ഡാ, എടാ തരുൺ. എന്താടി? നീ ഒന്ന് എഴുന്നേറ്റേ. എടാ തരുൺ, ഒന്ന് എഴുന്നേൽക്കട പിശാശേ. എൻ്റെ അമ്മ, ആ എന്താടി ഇത്? നീ ഇതിനെന്നെ അടിച്ചത്? ഞാൻ എത്ര നേരം നിന്നെ വിളിക്കുന്നു, നമുക്ക് പോണ്ടേ? ആ പോകാം, അതിനിങ്ങനെ അടിക്കണോ? അല്ലെങ്കിൽ തന്നെ നിനക്ക് ഉറക്കൊന്നുമില്ലേ? 2 ദിവസമായില്ല ഉറങ്ങിയിട്ട്, ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? എനിക്ക് കിടന്നിട്ട് ഉറക്കൊന്നും വരുന്നില്ല. എന്തോ എത്രയും വേഗം പപ്പയെ കാണണം തോന്നുന്നു. നമുക്ക് പോകാൻ തരുൺ. അതിനിങ്ങനെ സങ്കടപ്പെടല്ലേ? പപ്പ എന്നെ കേൾക്കാൻ കൂട്ടാക്കുമോ തരുൺ? ഇല്ലെങ്കിൽ നമുക്ക് കേൾപ്പിക്കാന്നേ. നീ പോയി റെഡി ആയിക്കോ, ഞാനും വേഗം റെഡി ആവാം. നമുക്കിപ്പോൾ തന്നെ പപ്പയെ പോയി കാണാം.
ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. ചെല്ല് ചെല്ല്. ആഹാ, എഴുന്നേറ്റോ? ആ, എഴുന്നേറ്റു. നമ്മളിപ്പോ എവിടെ എത്തി? ഇതാണ് വഴിയെന്ന് നിനക്കെങ്ങനെ അറിയാം? അതിത്ര ചോദിക്കാനുണ്ടോ? നീയല്ലേ എനിക്ക് പറഞ്ഞു തന്നത്. അന്ന് പറഞ്ഞത് നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അത് കൊള്ളാലോ. നിനക്ക് ടെൻഷൻ ഉണ്ടോ? എനിക്കും അതെ. എന്തിന്? ഒരുപക്ഷെ പപ്പ ഞാൻ പറയുന്നത് കേൾക്കുമായിരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. അല്ലാതെ കൊല്ലുകയൊന്നുമില്ലല്ലോ. നീ ചുമ്മാ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈശ്വര, ഇവിടെ പറയുന്നത് ഈ നിമിഷത്തെക്കുറിച്ച്. 2 ദിവസം മുൻപ് ഞാനിവിടെ പെണ്ണ് കാണാൻ വന്നത് നിനക്കറിയില്ലല്ലോ. ഒന്നുമില്ല, പപ്പയെ കാണുന്നു, സംസാരിക്കുന്നു, പോകുന്നു. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇറങ്ങ. ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ടാ കാണുന്നത്. ആ, ശരിയാ. അല്ലെങ്കിലും പപ്പയും ആൻറ്റിയും വർക്ക് കഴിഞ്ഞ് വരാൻ സമയമാകുന്നേ ഉള്ളൂ. അവിടെ ആരും ഇല്ല, അവരൊക്കെ ഹോസ്പിറ്റലിലാ. ആ, പല്ലവി, നീയായിരുന്നോ? അല്ല, എന്ത് ഈ വഴിക്കൊക്കെ? ഇതേതാ പുതിയ ചെറുക്കൻ? അന്ന് ഇവിടെ വന്നത് ഇവനായിരുന്നില്ലല്ലോ. ഇനി ഇത് തന്നെയാണോ? എനിക്ക് മുഖത്ര കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും കൊള്ളാം, കെട്ടിയോനും കൊണ്ട് പപ്പയെ കാണാൻ വന്ന ദിവസം കൊള്ളാം. ഇവളുടെ കെട്ടിയൻ ഞാനാണെന്ന് പറയാൻ ആൻറ്റിയാണോ ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത്? 2 കൊല്ലം മുമ്പ് സ്നേഹിച്ച ആൾ കൂടെ ഒളിച്ചോടിയതാ അവള്. എന്നിട്ട് തിരികെ ഒരാണിൻ്റെ കൂടെ വരുമ്പോൾ കെട്ടിയോനല്ലാതെ പിന്നെ ആരാ? സ്നേഹിച്ച ആളുടെ കൂടെ ഒളിച്ചോടി പോയെന്നോ? ഞാനോ? പിന്നെ ഞാനോ? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോവുകയാണ്, എന്നെ ഇനി തിരയണ്ടെന്നൊക്കെ പറഞ്ഞ് കത്തെഴുതി വെച്ചത് നീയല്ലേ? നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? ഇപ്പം ഞാൻ പറയുന്നതാ കുറ്റം. എന്തായാലും ഇവിടെയുള്ളവരൊക്കെ ഹോസ്പിറ്റലിലാ. ഇന്നലെ സേതുവിനൊരു നെഞ്ചുവേദന വന്നിട്ട് കൊണ്ടുപോയതാ. എന്താ പറഞ്ഞേ? പപ്പയ്ക്ക് എന്ത് പറ്റിയെന്ന്? ആ, ഒരു ചെറിയ നെഞ്ചുവേദന. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ICUലാണെന്നാ വിളിച്ചപ്പോൾ പറഞ്ഞത്. തരുൺ, എൻ്റെ പപ്പ. പാപ്പ, പ്ലീസ് ഒന്ന് കണ്ണു തുറക്ക്. നീയോ? നീ എന്തിനാ ഇവിടെ വന്നത്? നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടാകണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. നിന്നെ കാണണമെന്നും എനിക്ക് ആഗ്രഹമില്ല. ഇങ്ങനെയൊന്നും പറയല്ലേ പപ്പ. ഞാൻ പപ്പയുടെ മോളല്ലേ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പ്ലീസ് എന്നെ വിശ്വസിക്ക്. വേണ്ട, എനിക്ക് നിന്നെ വിശദീകരണം ഒന്നും കേൾക്കണ്ട. അതിന് പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. എന്നോട് അല്പെങ്കിലും ദയുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് നീ പോണം. ഇനി ഒരിക്കലും എൻ്റെ കൺമുമ്പിൽ നീ വന്നു പോകരുത്. നീ കാരണം മാനസികമായി വിഷമിച്ച് ഒരുപാട് ആളുകളുടെ വേദന കണ്ടുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. രണ്ട് ദിവസം ഞാൻ സമയം തരും. മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ പപ്പ അറിയണം എല്ലാം. അത് നിങ്ങൾ തന്നെ പറയണം. ഇനി ഞാൻ വരുമ്പോൾ പപ്പ എന്നെ ചേർത്ത് പിടിച്ചിരിക്കണം.